വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ താങ്കൾ തമ്മിൽ കണ്ട പോലെ തന്നെ നല്ല നമ്മളെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ എക്സാമും കാര്യം പഠിപ്പ് ഇപ്പോൾ തീർന്നിട്ടില്ലെന്ന്? പലർക്കും ആ ഒരു സംശയമുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണല്ലോ. അപ്പം അതിന് നമുക്ക് നല്ല സപ്പോർട്ടുള്ള ഫാമിലി ഉണ്ടാവാം. അത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഡ്രീം അല്ലേ, അത് നമ്മൾ തന്നെ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ വേറെ കിടക്കട്ടെ. അപ്പം എന്തായാലും ഇത് ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം കേട്ടോ. ഒരു ഇൻട്രോ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പ് തരണമല്ലോ. അതുവരെ എക്സാമിൻ്റെ തലേദിവസമൊന്നും അങ്ങനെയുള്ളൊരു മൈൻഡിലേ അല്ല കേട്ടോ. ടെൻഷനുണ്ട്, പിന്നെ കവർ ചെയ്യാനും പോർഷൻ, പിന്നെയും ക്വസ്റ്റ്യൻസ്, പിന്നെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവർക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ച്, ക്വസ്റ്റ്യന് കുറച്ച് എന്താ പറയുക, പേപ്പർ ജനറൽ ആയിട്ടുള്ള പേപ്പറിൽ ക്വസ്റ്റ്യനിലൊക്കെ കുറച്ച് ട്വിസ്റ്റൊക്കെ വന്നപ്പം ആകെ ടെൻഷനായി. അത് നോക്കൽ ഇത് നോക്കൽ അങ്ങനെ തിരക്കായി പോയിട്ടോ. അതുകൊണ്ട് തന്നെ അത് ഇൻട്രോ എടുക്കാനോ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ നമുക്ക് സെൻറ്റർ കിട്ടിയിരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. അപ്പം എന്തായാലും അതിൻ്റെ ഇടയിൽ എൻ്റെ ജൂജുവിന് പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരു കുറച്ചൊക്കെ ഒന്ന് ഹറി ഒടിച്ച് നല്ല അൽഹംദുലില്ലാ കുറേയൊക്കെ പോർഷൻസൊക്കെ കവർ ചെയ്ത് എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോയി. എക്സാമിന് അൽഹംദുലില്ലാ ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ഫ്രണ്ടും കൂടെ വന്ന അഫ്സലും കൂടെ പോന്നിട്ടുണ്ടായിരുന്നത്. ഓല ആക്ച്വലി ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ എക്സാമിൻ്റെ സെൻറ്റർക്ക് നമ്മൾ ഇവിടുന്ന് 11:30 പോയിട്ട് അവിടെ 6:30 എത്തി. 6:30 എത്തി, രാവിലെ 6:30 കേട്ടോ എത്തി. പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്രഷൊക്കെ ആയി സംഭവമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ എക്സാം 8:15 ആയപ്പോഴത്തേക്കും എക്സാം ഹാളിൽ കയറി. പിന്നെ ഒരു 9 മണിയായപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെയാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം എന്തായാലും എന്താ പറയുക, ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ എക്സാം എന്തായാലും എന്താ എക്സാമിന് പോയപ്പോൾ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോക്കി. ബാക്കി അടുത്തതിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പം എക്സാം പ്രിപ്പറേഷൻ്റെ ഫൈനൽ ഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പം ഇന്നും കൂടെ നമുക്കിതാ ഐഫറിൻ്റെ ആപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പുതുതായിട്ടൊന്നും പഠിക്കുകയല്ല, ജസ്റ്റ് റിവിഷൻ പോലെ ആപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗോൾഡൊക്കെ ഊരി വെക്കാൻ കേട്ടോ. ഒരു മെറ്റൽ കണ്ടൻറ്റും പാടില്ല. അപ്പോൾ മേക്കാതും കാമ്മലും മാലയും ഒക്കെ ഊരി വെക്കുന്നുണ്ട്. എൻ്റെ ജോജു എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അന്ന് എനിക്ക് പനിയായിട്ട് അവന് സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പം ആൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചെറിയ പോർഷൻ, ആ ഒരു എക്സാം ഡേയിലെ തലേദിവസത്തെ ചെറിയ പോർഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ അത്ര മാത്രമേ. എന്താ ഇവിടെ ഗൈസ് വീഡിയോ എടുത്തിരുന്ന ജൂജുവാണ്. ജൂജുവിന് നല്ല പണിയുണ്ട്, നോക്കട്ടെ. ഓ നല്ല പണിയുണ്ട്. റെസ്റ്റ് എടുത്തോട്ടോ. അന്ന് സ്കൂളിൽ പോയില്ലല്ലേ? എന്തുകൊണ്ട് പോഞ്ഞേ? പനി ആർക്ക്? ഇങ്ങോട്ട് നോക്കിയാ എന്ത് പനി ഞങ്ങൾക്കുള്ളത്? ഇവിടെ കളിക്കണല്ലേ? ഇവിടെ കറണ്ടില്ല ഗൈസ്. കറണ്ട് ഇൻവെർട്ടർ ഉണ്ട്, പക്ഷേ വോൾട്ടേജ് പ്രശ്നം. എന്തോ പി പറയല്ലേ, ഇൻവെർട്ടർ ഭയങ്കര സൗണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി പോർഷൻസ് കൂടെ ഉണ്ട്. സമയം ഇപ്പോൾ 3 മണിയായി. ഇൻഷാ അല്ലാ കുറച്ചും കൂടി നിമിഷം. പ്രതികൂല കാലാവസ്ഥയാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൻ്റെ പ്രശ്നം. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നല്ല മഴ. ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായിട്ടോ, 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കറയൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ രാത്രി ഒരു 9 മണി 10 മണിയുടെ ഉള്ളിലായിട്ട് പോവും. ഇതിൽ ഭയങ്കര മഴ കേട്ടോ.
അപ്പോൾ ലാസ്റ്റ് നമ്മളിതാ 20 സബ്ജക്റ്റുകളും ജസ്റ്റ് എല്ലാം ഒന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് വായിക്കുക എന്ന് പറയില്ലേ, നമ്മുടെ അനീസാർ പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ. അപ്പം അങ്ങനെ വായിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊന്നും എടുക്കൂല എന്നുള്ള പ്രതീക്ഷയോടെ പഠനത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രോബ്ലമൊക്കെ ചെയ്യാണ്ടായിരുന്നു, ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ തമ്പിനട്ടോ വൃത്തിക്ക് അവിടെ ചെറിയ വൃത്തിക്ക് ഞാൻ പറഞ്ഞിട്ട് ആയിട്ടില്ലേ. ആ അമർത്തിവിടി അമർത്തട്ടോ. മെച്ചി പോട്ടോ, മെച്ചി പോവും. എന്നെ മുഖം കാണിച്ചെടുക്ക്. സലാം പറയും. അതെന്താ പിറ്റേ ദിവസം ഇഷുവിന് സ്കൂളുണ്ടല്ലോ. അപ്പോൾ ജൂജു പനിയായിട്ട് പോകുന്നില്ല. ഇഷുവിന് സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ അവൻ വേഗം കിടന്നുറങ്ങിയിട്ടുണ്ട്. ബസ് അവിടെ നേരത്തെ വരുവേ. അപ്പോൾ അമ്മച്ചി നെയ്ച്ചോറും ചിക്കൻ കറിയും പൊരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കും. നല്ല കുട്ടിയെ കിടക്കണം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോട്ടോ. ഇതൊക്കെ എന്താ കാലുമ കാട്ടിച്ച് കളറ് കൊടുത്താണ്ട് ഞാനൊരാ പരീക്ഷയ്ക്ക് പോവാ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. സെറ്റ് ഒരു ഉമ്മന്നാലും വെച്ചിട്ട് ഒന്നുകൂടി എന്തോ സ്ഥലം. ഇക്ക വന്നത് ഏകദേശം 11 മണിയൊക്കെ കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ഇക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വെള്ളവും ബാഗും എനിക്ക് ബാക്കിൽ കിടക്കാൻ വേണ്ടി പില്ലോയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ പിമ്മിയൊക്കെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരം ഇപ്പോൾ അവരൊക്കെ യാത്ര നിന്ന് പോകുന്ന സമയത്ത് ഒരു ഇടങ്ങേറാണ്. കാരണം ജൂജുവിന് വയ്യാതെയും പിന്നെ മക്കളായിട്ട് പോകുന്നൊക്കെ ഒരു വിഷമമാണ്. എന്നാലും എക്സാമിൻ്റെ കാര്യത്തിന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോവല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യാത്രയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ബാക്ക് കിടന്ന് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഏകദേശം ഏറ്റുമാനൂർ എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ ഇക്ക ജസ്റ്റ് ആ ചർച്ചിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഉണ്ട്, അതിൻ്റെ കൂടെ റീക്രിയേറ്റ് ചെയ്ത് വെക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു ചായപ്പീട് കണ്ടു. അപ്പം അവിടുന്ന് ജസ്റ്റ് നല്ലൊരു ചായയും എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ അങ്ങനത്തെ സ്നാക്സ് ഐറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടോ. എനിക്ക് തോന്നുന്നത് ഈ സമയമൊക്കെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലാണ് നമ്മൾ ആക്ച്വലി. ഇവിടെ അത്യാവശ്യം കണ്ടോ ഇതൊരു ടൗൺ ഏരിയയാണ്. ഇവിടുന്ന് നീ ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് പോകണം. അങ്ങനെ നമ്മൾ പോയിട്ട് ഏകദേശം നമ്മുടെ ഒരു പള്ളി കണ്ടു കേട്ടോ. ആ പള്ളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ സുബഹി നിസ്കാരമൊക്കെ നിസ്കരിക്കും വേണം. ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവും ചെയ്യാമെന്ന് കരുതി കുളിക്കുക അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു. നല്ല ക്ലീനായി നല്ലൊരു പ്ലേസാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ആകെ ബേജാറ്. എനിക്ക് എൻ്റെ ഫേസിൽ നല്ലൊരു പേടിയും ഒരു ഹെർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് കൂടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ദുആ ചെയ്ത് ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് തവക്കൽ ചെയ്യുന്ന പിന്നെ ഒരു ഇതാണ് കേട്ടോ. കാരണം എനിക്ക് സൗണ്ട് ഇടര പിന്നെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. എൻ്റെ ഇടയിൽ ഉമ്മച്ചിക്ക് വിളിച്ചു, നമ്മുടെ സ്ഥലത്തേക്കോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പം പിന്നെ ഒന്ന് ഫ്രഷ് ആകുന്നതിൻ്റെ കണ്ണിൽ എന്തെങ്കിലും ഒരു കൺമഷി ചെയ്താന്ന് എത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ആകെ ഉറങ്ങിയ മാതിരി ഉണ്ടാവും ഞാൻ കൺമഷിയും കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പം അതൊക്കെ ഇട്ട് ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പിന്നെ ജസ്റ്റ് കുളിക്കാത്തല്ല. അപ്പം അമ്മച്ചിൻ്റെ ഒരു മറൈൻ ക്രീം ലോഷൻ കൊടുത്തിരുന്നു, അതൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സ്പ്രേ ഒക്കെ അടിച്ച് നമ്മൾ നേരെ ഇവിടുന്ന് പോയിട്ടോ. നേരെ എക്സാം സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം സെൻറ്റർ വരുന്നത് പത്തനംതിട്ട കല്ലൂപ്പാറയാണ് കേട്ടോ. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ ചെറിയൊരു ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഷോപ്പ്. അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു പ്ലെയിൻ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങി നേരെ കോളേജിൽ കയറി കേട്ടോ. അതിൽ വണ്ടിയിൽ തന്നെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. കാരണം അപ്പോഴേ നമ്മൾ എൻ്റർ ചെയ്യേണ്ടല്ലോ. ഒരു 8:15 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മൈൻഡും എല്ലാം റിവൈസ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ എക്സാമിന് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിൽക്കപ്പുറത്തില്ല അറിയില്ല. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടോ വണ്ടിയിൽ നിന്ന്. എന്നിട്ട് പോവാണ്. മതി, അതിലാറൊന്നും വേണ്ട.
എൻ്റെ പേടിയും ബേജാറാണ് കേട്ടോ, അതിലേറൊന്നും വീഡിയോ എടുക്കേണ്ട, അത് മതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആകെ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടോ വെച്ചാൽ ഒന്നുകൂടെ കൂളാണ് എങ്കിൽ കൂടെയും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ എഫേർട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവുമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. എനിക്ക് നല്ല റിലാക്സ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഞാനത് റിലാക്സ് ആവണില്ല എന്നറിയില്ലേ ആ ഒരവസ്ഥയാണ്. പിന്നെ നമ്മളെ നേരെ സെൻറ്ററിക്ക് പോയി. കുറേ മലപ്പുറത്തു നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട മലപ്പുറം, മഞ്ചേരി അങ്ങനെ ഏരിയ എന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ട്രെയിനിന് അങ്ങനെയൊക്കെ വണ്ടിക്ക് വന്നവരും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ നമ്മൾ പോയിട്ട് ഈ സ്റ്റെയർ കയറിയാൽ നമുക്കുള്ള റൂമിലുള്ള അവിടുന്ന് ബോഡി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ. ഇങ്ങോട്ട് ആക്ച്വലി ഔട്ട് സൈഡേഴ്സിന് എൻട്രിയിലേക്ക് അറിയാണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാം പറഞ്ഞു ഇതുവരെ ഈ ഒരു സ്റ്റെയർ വരെ നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ, ബാക്കി എക്സാമിൻ്റെ പാർട്ടിസിപ്പൻസിന് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ അവിടെ എത്തി ഒരു റൂമിൽ നിന്ന് നമ്മൾ 2 ലേഡി ഓരോക്കെ ചെക്ക് ചെയ്തു. പിന്നെ എൻ്റെ എക്സാം 3 മണിക്കൂറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലും പഞ്ച് ചെയ്യാനും കാര്യങ്ങളും ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാവും. അങ്ങനെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നേരെ വിട്ടിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തനംതിട്ട ടൗണിൽ തന്നെ ഒരു നല്ലൊരു ഹോട്ടലുണ്ടോ കണ്ടപ്പം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉണ്ടാവും വെച്ചിട്ട് നമ്മൾ നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞ് കയറി കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. എത്രങ്ങാനും ഉപ്പേരിയും കൂട്ടാനുകളൊക്കെ അറിയാം, ഭയങ്കര ടേസ്റ്റും. നമുക്ക് അതൊക്കെ അധികം കഴിച്ചിട്ട് ചോറ് വല്ലാണ്ട് എന്താ പറയുക കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രക്കും വിശപ്പ് മാറുന്ന തരത്തിൽ ഒരുപാട് നല്ല ടേസ്റ്റുള്ള കേട്ടോ, ഞാൻ ഇതുവരെ കഴിക്കാത്ത ടേസ്റ്റുള്ള ഒരുപാട് പേര് നമുക്ക് ധൈര്യമായിട്ട് ഇനി ഒരു മറ്റുള്ള ആൾക്കാർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേട്ടോ. പത്തനംതിട്ട ഒരു ടൗണിൽ തന്നെ മിഡ്വേ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഇങ്ങനെ ഒരു ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഇവരുടെ തന്നെ പല ഷോപ്പുകൾ അപ്പുറമൊക്കെ പിന്നെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവർ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ ബാക്കിൽ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഹോട്ടലിൽ ഇരുന്നു. പിന്നെ അവർ ജുമൊക്കെ കഴിഞ്ഞ് വന്ന്, അന്ന് വെള്ളിയാഴ്ചയാണല്ലോ ജുമ കഴിഞ്ഞ് വന്ന്, പിന്നെ ഞാൻ ബാക്കിൽ അതുപോലെ നന്നായിട്ട് പില്ലോയും ഹെഡ് റെസ്റ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ഉഷാറിൽ കിടന്നു കേട്ടോ. ഇടയ്ക്ക് ഉണരുന്ന സമയത്ത് എടുക്കുന്ന ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് തോന്നണത് ഏകദേശം തൃശ്ശൂർ ആ ഒരു ഏരിയ ഒക്കെ കഴിയുന്നവരെ നമ്മൾ വല്ലാണ്ട് വണ്ടി കാര്യങ്ങളൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. കാരണം ബ്ലോക്കിൻ്റെ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പോകാമെന്ന് കരുതി. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ കിക്ക് അടിച്ച് മാറി വിട്ടിട്ടുണ്ട്. ഓരെന്തായാലും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ 3 മണിക്കൂർ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതോ ഒരു പത്തനംതിട്ട ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെയാണ് പിന്നെ ഒരു ജുമക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളിതാ നേരെ പോകുന്നു. പിന്നെ അവർ കോഫിയും കാര്യങ്ങളും, ഞാനൊരു മാംഗോ ജ്യൂസൊക്കെ കഴിച്ചിട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, എനിക്ക് എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ എന്താ പേര് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും നല്ല കളക്ഷൻ ഉണ്ട് പറഞ്ഞ് കയറിയതാണ്. അപ്പം അവിടെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റൊന്നുമില്ല, ഒക്കെ ഒരു അഫോർഡബിൾ റേറ്റിലുള്ള നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെന്താ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ചായയുടെ പീടിക കേട്ടോ. പക്ഷെ അവിടെ കടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും പോകുന്നു. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നമുക്ക് ലോഡർ ഫ്രൈസും ഒരു നല്ലൊരു അടിപൊളി ഷോപ്പ് വേറെയും കണ്ടപ്പോൾ മിൻലൈമൊക്കെ കൂട്ടിയിട്ട് ലോഡർ ഫ്രൈസ്, മോമോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം നല്ല വൈബുള്ള അടിപൊളി പ്ലേസ് ഇരിക്കുക. എന്തായാലും അവിടുത്തെ ഇവരോട് നന്നായിട്ട് സംസാരിച്ച് നല്ല കമ്പനി ആയി കേട്ടോ. എപ്പോഴൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെനിക്ക് തോന്നുന്ന പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ലേന്നു. പിന്നെ നേരെ വിശപ്പൊക്കെ മാറി നമ്മൾ ഏകദേശം വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ പഞ്ചി ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതാ പോയി. ഞാനതാ കിടക്കാൻ നിൽക്കാൻ നല്ല ക്ഷീണം. അങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ റിട്ടേൺ എത്തുന്നത് നിങ്ങളുണ്ടില്ലേ 11 കാലമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എത്തി ഇമ്മച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആ ബിരിയാണി കഴിച്ച് നമ്മൾ അവിടുന്ന് തൃശ്ശൂർ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ട് തോന്നണം നമ്മൾ ചെറിയതായിട്ട് കോഫി ജ്യൂസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ച് പിന്നെ ലോഡർ ഫ്രൈസ് സാധനമൊക്കെ തിന്നിട്ട് കുറച്ച് വിശപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ നേരെ പോകുന്നു. നമ്മൾ വീട്ടിലെത്തി. അൽഹംദുലില്ലാ യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല ഉഷാറായിട്ട് കുറേ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആ ബ്ലോക്കിലും ബുദ്ധിമുട്ടായില്ല. നമ്മളെങ്ങനെയൊക്കെ കഴിച്ചിലായിട്ടൊക്കെ കുറച്ച് റിസ്ക് എടുത്തണം. കുറച്ചൊന്നല്ല, നല്ല റിസ്ക് എടുത്താണ്. ഉറങ്ങിയിട്ടില്ല, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അറിയില്ലേ. അപ്പം അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നാക്കി തന്നു. പിന്നെ ഈ ഒരു ത്രൂ ഔട്ട് യാത്രയിൽ
ഞാൻ എക്സാം കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പത്തനംതിട്ടേന്ന്. എന്നിട്ട് ഞാൻ വണ്ടിയിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല, എൻ്റെ കണ്ണങ്ങനെ വീണ് പോവാ. ഒന്നാമത് പിന്നെ കുറേ മാസങ്ങളത്തെ ഉറക്കുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ക്ഷീണത പോവാറില്ല, അതിൻ്റെ ഒരു ക്ഷീണം. പിന്നെ അന്ന് തലേന്ന് ആ യാത്ര ചെയ്ത ക്ഷീണം ഒക്കെ കൂടായിട്ട് ഞാൻ യാത്രയിൽ ത്രൂ ഔട്ട് ബാക്കിൽ പില്ലോ വെച്ചിട്ട് പുതപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുതപ്പൊക്കെ എടുത്തിട്ട് ഉറങ്ങന്നെയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പ്ലേയിലൊന്നും അവിടെ എണീക്കും, അപ്പോൾ വലിയ രണ്ടാളും വർത്തമാനം പറയുമ്പോൾ അപ്പം ആ സംഭവം കുറച്ചൊന്ന് ഷൂട്ട് ചെയ്യും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിച്ചാൽ എന്തോ ബോഡി ഭയങ്കര വീക്കാണ്. ആ ക്ഷീണം എപ്പോഴും വിട്ടു മാറിയിട്ടില്ല. ഒരു ഉച്ചക്കൊന്ന് ഉറങ്ങിയിട്ട് കണ്ണിൻ്റെ അവിടെ ഒക്കെ നല്ല പെയിനുണ്ട്. ഇൻഷാല്ലാ 2 ദിവസം കൊണ്ടൊക്കെ റെഡിയാവും. പിന്നെ പലരും ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്തിനാ അപ്പം ഇത്രയൊക്കെ വയസ്സായില്ലേ, 2 മക്കളായില്ലേ, വീട്ടിലത്തെ കാര്യം മാത്രം നോക്കിയെന്നാ പോരെ. അപ്പം എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടൊന്നും കാര്യമായിട്ടൊന്നും മറുപടി അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഓരോട് പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം നമുക്ക് നമ്മളെ ഡ്രീം എന്നുള്ളത് അത് എത്ര ആയാലും ഇനി മക്കളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും അത്താൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടേതായിട്ടുള്ള ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഈ വയസ്സും ഒന്നും ഒരു വിഷയമില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാനൊരു മനസ്സുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ പഠിച്ചോ നമുക്ക് വിട്ടെടുക്കാം. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എക്സാം ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് ഈസി ആകുമ്പോൾ എന്താ വെച്ചാൽ കട്ട് ഓഫ് കൂടും, അപ്പം ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയാണ് ഒരു അറിവറി പിടിച്ചാൽ എനിക്കെൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആണ്. എന്താ വെച്ചാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്തൊക്കെ കറക്റ്റാണോ, ശരിയായിരുന്നോ, ഞാൻ എന്തെങ്കിലും തെറ്റാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് മനസ്സിപ്പം അതന്നെ എൻ്റെ മനസ്സിലുള്ളത്. കാരണം തെറ്റായോ ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തത്, ഇത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തായാലും 3 മണിക്കൂറിൽ 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണ്ടേ, അതിൽ കാൽക്കുലേഷൻസ് ഉള്ളതുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വായിക്കുക, ആലോചിക്കാനുള്ള സമയമൊന്നും നമുക്ക് എന്തായാലും ഇല്ല. അതിപ്പോൾ എത്ര പഠിക്കുന്നവർക്കായാലും ചെയ്യാനുള്ള കറക്റ്റുള്ള സമയം തന്നെയാണ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഫുൾ അറ്റൻഡ് ചെയ്യാണ്ടൊന്നും നിന്നിട്ടില്ല. പിന്നെന്താ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇൻഷാല്ലാ അറിയാൻ ബാക്കി. നമുക്ക് പഠിച്ചോൻ വെച്ചതാണ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പഠിച്ചോൻ്റെ വിധി അതിലും നമ്മൾ എന്തെങ്കിലും ഹയർ ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും. പിന്നെ കിട്ടുമ്പം സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമം അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും റിസ്ക് എടുക്കാനും ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് മക്കളെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് വിചാരിച്ച പോലെ എൻ്റെ ജൂജുവിനെ ഫസ്റ്റ് ടൈമാണ് KGയിലേക്ക് വിടുന്നത്. പക്ഷെ അവൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ഓൻ്റെ സന്തോഷങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പം അത് മര്യാദയ്ക്ക് കേട്ടിക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഓൻ്റെ കൂടെ ഇഷുവിൻ്റെ കൂടെ ആയാലും ജൂജുവിൻ്റെ കൂടെ ആയാലും എന്താ പറയുക, ഓരോ ഉറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് ഓരോ ഇഷുവിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ഓന് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഓരോ കൂടെ കളിക്കാനൊക്കെ, ഓരോ വർത്തമാനങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ എനിക്ക് സമയം ഉണ്ടാവില്ല. കാരണം ഒന്നെങ്കിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ ഒരു ആബ്സെൻസ് ഓൾക്ക് എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ജൂജു എന്താ പറയുക ഒറ്റയ്ക്ക് ഇഷുവിൻ്റെ കൂടെ കളിക്കും, അതിനൊക്കെ ഓൻ പഠിച്ച്. പിന്നെ എന്താ പറയുക, അപ്പോൾ എനിക്കിങ്ങനെ തോന്നും ഒരു കുട്ടികളടുത്ത് പോയിട്ട് ആ ഒരു ചെറിയ പ്രായമല്ലേ, ഓരോ വർത്തമാനങ്ങളൊക്കെ കേട്ട് ഓരോ കൂടെ കളിക്കാൻ എനിക്ക് ഇനിയിപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ. എക്സാമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓളെ കൂടെ കളിക്കണം, എനിക്ക് ഓളെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കണം, ആ ഒരു മൈൻഡ് എനിക്ക് നല്ലോണം കിട്ടും. അപ്പം ഇൻഷാല്ലാ അതിനൊക്കെ വേണ്ടി ടൈം കുറേ സ്പെൻഡ് ചെയ്യണം. അതുവരെ ഓലും എനിക്ക് വേണ്ടി കുറേ സാക്രിഫൈസ് ചെയ്തു. മക്കളായാലും ഹസ്ബൻഡായാലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, പറഞ്ഞിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളെ കിട്ടിയതിന് ഞാൻ പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നത്. കാരണം നമ്മളെ ഇഷ്ടം എന്താ മനസ്സിലാക്കണ്ടല്ലോ. അപ്പം പിന്നെ എൻ്റെ ഇപ്പച്ചി ആയാലും മക്കളെ നോക്കാൻ ഒരുപാട് റിസ്ക് എടുത്തവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനായാലും നമുക്ക് ഒരു പഠിക്കുന്നതിന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എൻ്റെ ബ്രദറായാലും വൈഫായാലും ഓരോ വൈഫൊക്കെ ആയാലും മക്കളൊക്കെ ആയാലും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ക്യാമറ കൊടുക്കണം സന്തോഷമുള്ള. പിന്നെ ഇപ്പം എന്താ എല്ലാവരും ഇതൊക്കെ സപ്പോർട്ടാണ്. പിന്നെ
എൻ്റെ അമ്മച്ചിൻ്റെ ഫാമിലീസ് നിന്നായാലും അതിന് ചിലവർ മാത്രം എനിക്ക് എന്തിനപ്പം ഈ മക്കളും കുട്ടികളായടുത്ത് എൻ്റെ പണിയെടുത്താൽ പോരെ നമ്മൾ പണിയെടുക്കണ്ടല്ലോ നമ്മളെ വീട്ടിൽ അടിച്ച് തുടക്കണം തിരുമ്പൾ പിന്നെന്താ വാഷാക്കുന്നത് ക്ലീനിങ് നടത്തുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി തന്നെ നോക്കുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഞാൻ നിമ്മത്തിരിക്കുന്നത് സമയം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കുറേ കൂണും ഉറക്കമൊക്കെ നന്നായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ മനസ്സിന് സന്തോഷം എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴാണല്ലോ അതിലേറെ വലിയ രസം ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്നും ഈ അടിച്ചേരി തുടച്ച് തന്നാൽ മതിയോ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സന്തോഷങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുത്ത് തന്നെ മതിയാവുള്ളൂ അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിലായിരുന്നു ഇത്രയും കാലം അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഫസ്റ്റ് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ വരിക ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇത് വേ അപ്ലോഡ് ആക്കിയിട്ട് അത് പിന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയൊക്കെ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്ത് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ചെയ്ത് ബാക്കി പിന്നെ നമുക്ക് വിളിച്ചതാണെങ്കിൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇൻഷാ അല്ലാഹ്. ആർക്ക് എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും അത് മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും വേണ്ട. അതിന് നമുക്ക് കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വെറുതെ വീട്ടിൽ ഇങ്ങനെ നിന്നാൽ ഒന്നും നേടൂല, അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അപ്പം ഓക്കെ ടാറ്റാ ബൈ.